ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടൊരു മുത്തുമാലയാണ് നമ്മൾ കോർക്കുന്നത്. അപ്പോൾ പിങ്ക് കളർ മുത്ത്, ക്രിസ്റ്റൽസ്, ജംബറിങ്, ഹുക്ക്, പിന്നെ മാല കോർക്കാനായിട്ടുള്ള ത്രെഡ്, ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ 10 mm സൈസ് വരുന്ന വലിയ കുറച്ച് പിങ്ക് കളർ മുത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഈ വൈറ്റ് ക്രിസ്റ്റലിൻ്റെ കൂടെ കോമ്പിനേഷൻ വരുന്ന പോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ജംബറിങ് എടുത്ത് നൂലിൽ കോർത്ത് 2-3 കെട്ടൊക്കെ ഇട്ട് നല്ല ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത ശേഷം എക്സ്ട്രാ വരുന്ന ത്രെഡ് ഉണ്ടാവുമല്ലോ, കെട്ടൊക്കെ കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ഫ്ലെയിമിൽ കാണിച്ച് ഒന്ന് സൈഡ് ഉരുക്കി വെക്കുക. അപ്പോൾ പിന്നെ അത് അഴിഞ്ഞ് വരാതെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും, സേഫായിട്ട് ഇരുന്നോളും. അതിന് ശേഷം നമുക്ക് മുത്തുകൾ കോർത്ത് തുടങ്ങാം. അപ്പോൾ ഇവിടെ ചെറിയ ക്രിസ്റ്റലാണ് ഫസ്റ്റ് കോർക്കുന്നത്. 4 mm സൈസ് വരുന്ന ക്രിസ്റ്റലാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 8 mm സൈസ് വരുന്ന ക്രിസ്റ്റലാണ്. അപ്പോൾ ആദ്യം ചെറിയൊരു വൈറ്റ് ക്രിസ്റ്റൽ കോർത്തു, പിന്നെ ഒരു പിങ്ക് മുത്ത് കോർത്തു, വീണ്ടും ഒരു ക്രിസ്റ്റൽ കോർക്കുന്നു, പിന്നെ ഒരു പിങ്ക് മുത്ത് കോർക്കുന്നു. ഈ ഒരു ഓർഡറിൽ നമ്മൾ ഫസ്റ്റ് കോർത്ത് തുടങ്ങി. അത് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് കുറച്ചാണ് ഞാൻ കോർക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ക്രിസ്റ്റൽസ് 10 എണ്ണമാണ് കോർത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മാലയുടെ സെൻട്രൽ പോർഷനായി അവിടെ വലിയ സൈസ് ക്രിസ്റ്റലാണ് കോർക്കുന്നത്. ഒരു 8 mm സൈസ് വരുന്ന പോലെയുള്ള ക്രിസ്റ്റൽസ്. ഈ പിങ്ക് മുത്തിൻ്റെ അതേ സൈസിലുള്ള വലിയ ക്രിസ്റ്റൽസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി, അത് നന്നായിരിക്കും. പക്ഷേ മൊത്തത്തിൽ ഒരേ സൈസിലല്ല കോർക്കുന്നത്. നമുക്ക് ബാക്കിൽ വരുന്ന ആ 2 സൈഡിലും കുഞ്ഞ ക്രിസ്റ്റലും നടുവിൽ മാത്രം വലിയ ക്രിസ്റ്റലുമാണ് ഇവിടെ നമ്മൾ കോർക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വലിയ ക്രിസ്റ്റൽസ് മാത്രം ഇവിടെ നടുവ് ഭാഗത്ത് കോർക്കാം. അപ്പോൾ ഈ പോർഷനിൽ നമ്മൾ വലിയ ക്രിസ്റ്റലും പിങ്ക് കളർ മുത്തും കൂടി മിക്സ് ചെയ്ത് കോർത്തു. ഇത്രയും ആയി. അപ്പോൾ ഞാനിവിടെ ഈ വലിയ ക്രിസ്റ്റൽ നടുഭാഗത്ത് കോർത്തു. ഇനി നമ്മൾ ആദ്യം കോർത്തിട്ടില്ലേ കുഞ്ഞു ക്രിസ്റ്റൽ വെച്ചിട്ട്, അതേപോലെ തന്നെ ബാക്കി പോർഷനും ഇതുപോലെ കോർത്ത് അവസാനിപ്പിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുത്തുകൾ കോർത്തു. ഇനി ഈ ഹുക്ക് കോർക്കാനുള്ള ഈ ഹുക്ക് കൂടി നമുക്കിതിൽ കോർത്ത് കെട്ടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ജംബറിങ് കെട്ടിയ പോലെ തന്നെ ഇത് നൂലിൽ കോർക്കുക. 2-3 കെട്ടൊക്കെ കെട്ടി ടൈറ്റ് ചെയ്ത ശേഷം നമ്മൾ എക്സ്ട്രാ വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഫ്ലെയിമിൽ കാണിച്ചൊന്ന് ഉരുക്കുക. ഇപ്പോൾ കോട്ടൺ ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കോട്ടൺ ത്രെഡ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടൈറ്റായിട്ട് കെട്ടിയാൽ നിൽക്കും. പക്ഷേ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ അത് തനിയെ കുറച്ച് വലിഞ്ഞ് വരും. അപ്പോൾ പിന്നെ നൂല് നല്ല ലൂസായിട്ട് നൂലെല്ലാം ഇടയിൽ കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് ത്രെഡ് കൂടുതലായിട്ട് മാല കോർക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാല റെഡി ആയിട്ടുണ്ട്. അതിന് മാച്ചായിട്ട് സിമ്പിളായിട്ടൊരു കമ്മലൂടി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഹെഡ് പിന്നും പിന്നെ 2 കളർ മുത്തും, അത് വൈറ്റ് ക്രിസ്റ്റൽ വലിയ സൈസും പിന്നെ പിങ്ക് കളർ മുത്തുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഹെഡ് പിന്നിൽ കോർത്തു 2 മുത്തും. അതിനുശേഷം മുകളിലായിട്ട് നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ ഹെഡ് പിന്നിൻ്റെ ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം നമുക്കിതുപോലെ പ്ലെയർ യൂസ് ചെയ്തിട്ട് ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. ലൂപ്പ് ഉണ്ടാക്കിയ ശേഷം നമ്മുടെ ഇയർ ഹുക്ക് ഉണ്ട്. ഇയർ ഹുക്കിൽ ഒരു ലൂപ്പ് ഉണ്ട്. ആ ലൂപ്പ് കുറച്ച് അകത്തിയ ശേഷം നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുത്തുണ്ടല്ലോ അത് അതിലോട്ട് കോർക്കുക. അപ്പോൾ ഈ ലൂപ്പ് നമ്മൾ ആ ലൂപ്പിലോട്ട് കോർത്തു. അതിനുശേഷം ഇയർ ഹുക്കിൻ്റെ ലൂപ്പൊന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ സിമ്പിളായിട്ടുള്ളൊരു കമ്മലാണ്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഇതേ മോഡൽ തന്നെയാണ്, ഇതിൽ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എപ്പോഴും പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.